ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് ഫണ്ട് വിവാദം ഉണ്ടല്ലോ സർ. 12 കോടി രൂപയുടെ. അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇപ്പൊ പറയുന്നത് കേൾക്കുന്നത് പലചരക്ക് കടയിൽ നിന്ന് കൊടി വാങ്ങി അതിന്റെ പേരില് ലക്ഷങ്ങൾ തട്ടി എന്നൊക്കെയാണ്. എന്തൊക്കെയാണ് അതിന്റെ കൂടുതൽ വിവരങ്ങള്? അതൊരു കടയാണ്. വാമനപുരം കണിച്ചോട് ഭാഗത്തെ ഒരു ചെറിയ കടയാണ്. അത് ശരിക്കും പറഞ്ഞൊരു ഗ്രോസറി ഷോപ്പാണ്. പക്ഷെ അത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കടയാണ്. കാരണം ആ കടയിൽ നിന്ന് മാത്രം ആളുകൾ വന്നിട്ട് മറ്റേ 2 കിലോ പരിപ്പ്, 2 കിലോ കടല, പിന്നെ ഒരു 5 കൊടിയും കൂടി മേടിച്ച വീട്ടിലേക്ക് കൊടുക്കും. മനസ്സിലായ? ഇത്ര സാധനങ്ങൾ. അപ്പൊ കൊടി എന്തിനാന്ന് ചോദിക്കുമ്പോൾ കൊടി വീട്ടിൽ കൊണ്ടേ കെട്ടണം. അങ്ങനെ എല്ലാ ദിവസവും മേടിക്കേണ്ടെന്ന് തോന്നുന്നു. ആ കാരണം എന്താ വെച്ചാൽ ഈ കടയിൽ നിന്ന് ഇപ്പൊ ഏറ്റവും പുതിയതായിട്ട് ഇപ്പൊ നമ്മുടെ ന്യൂസ് മലയാളവും അതുപോലെ തന്നെ റിപ്പോർട്ടറും ഒക്കെ ഇപ്പൊ അന്വേഷണം നടത്തി പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. അവിടെയുള്ള ഒരു ഏജൻസി, ഈ കടയുടെ പേര് എ ഏജൻസീസ് എന്നാണ്. സാധാരണ എ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല, അതൊരു AA ആണ്. അങ്ങനെയല്ല, കടയുടെ പേരാണിത്. സർട്ടിഫിക്കറ്റ് നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പൊ എ ഏജൻസീസിന്റെ ഒരു പാവം പിടിച്ച സ്ത്രീയാണ് കേട്ടോ അതിന്റെ ഓണർ. അവരുടെ പേര് ദീപ സുദർശൻ എന്നാണ് അവരുടെ പേര്. അപ്പൊ ദീപ സുദർശന്റെ അടുത്ത് ചെന്ന് ഇവര് മറ്റേ ന്യൂസ് മലയാളംകാരി എന്നൊരു അന്വേഷണമൊക്കെ നടത്തിയപ്പോ അവര് കാണാതെ തന്നെ ആ കടയുടെ GST നമ്പറും ഡീറ്റെയിൽസും ഒക്കെ പറഞ്ഞു. കൂടാതെ ഈ ബില്ലിങ്ങിന് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചപ്പോ അവരോട് എനിക്കറിയാൻ പാടില്ല, മറ്റേ ആള് എന്ന് പറയാം ഹസ്ബൻഡിനെ ഒന്ന് വിളിച്ചു ചോദിക്കുന്നു പറഞ്ഞു. പാവം സ്ത്രീയാണ് അവർ. അവരെല്ലാ സത്യവും ഉടനടി പറഞ്ഞു. അതിനുശേഷം വിളിച്ചു ചോദിക്കും. ഭർത്താവ് ഒരു പ്രാദേശിക നേതാവാണ് BJP-യുടെ. അല്ല മറ്റേ CPM-മാരുടെ കാശ് പോകാൻ അവർ സമ്മതിച്ചിട്ടില്ല. സ്വന്തം കാശ് സ്വന്തമായിട്ട് കേൾക്കും, അല്ലാതെ അപ്പുറത്തവനെ കൊണ്ട് അവർ എന്ത് ചെയ്യില്ല, മോട്ടിപ്പിക്കില്ല. അപ്പൊ അത് ഇപ്പൊ നമ്മൾ അയോധ്യ കണ്ടത് അത് തന്നെയാണ്, ഇവിടെ അത് തന്നെയാണ്. അപ്പൊ ഇവിടെ ആണെങ്കിൽ അങ്ങനെ ക്ഷേത്രമില്ല. ശരിക്കും പറഞ്ഞാൽ ക്ഷേത്രം വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷം ഇവർക്ക് വിട്ടുകൊടുത്താൽ ഇപ്പൊ എന്ത് ചെയ്താലേ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ശബരിമലയ്ക്ക് വിട്ടുകൊടുത്തിട്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കാണുന്നതിന്റെ വലിയ വേർഷൻ ഉണ്ടായേനെ എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. അപ്പൊ ഇതില് വേറെ തമാശ ഒന്നും ഇതൊരു പ്രാദേശിക നേതാവുണ്ട്. ഇവിടെ നിന്ന് ആകെ മേടിച്ചേക്കണ എത്ര കൊടികളാണെന്ന് കൂടി കേൾക്കണേ. ആ കൊടികൾ മേടിച്ചേക്കണത് ഒന്ന് 16x9, അതാണ് ആ ഒരു 16x90 സൈസിലുള്ള 5000 കൊടികളാണ് മേടിച്ചേക്കണത്. പിന്നെ 30x40 എന്ന് പറയുന്ന സൈസിലുള്ള ചെറിയ കൊടികൾ, അത് 12500 കൊടികളാണ് മേടിച്ചേക്കണത്. അപ്പൊ ഈ കൊടികൾ മേടിച്ചേക്കണതിന് 3,25,000 രൂപയുടെ ബില്ലാണ് BJP-യുടെ ഓഫീസിൽ ഹാജരാക്കിയേക്കണം. കൊടികൾ മേടിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇവരോട് എന്നിട്ട് ആദ്യം തന്നെ ഈ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട് ഇവിടെ കൊടിയുണ്ടാന്ന് ചോദിക്കണം. അപ്പൊ ഇവിടെ കൊടിയില്ലെന്ന് പറഞ്ഞു. ഫോണിൽ വിളിച്ച് ഈ പുള്ളിയോട് ചോദിച്ചു ഇവിടെ കൊടിയുണ്ടാന്ന് ചോദിച്ചു. അപ്പൊ ഇല്ല, ഇത് കൊടി വിൽക്കുന്ന കടയല്ല, ഇത് പലചരക്കടയെന്ന് പറഞ്ഞു. അപ്പൊ പലചരക്കടയിൽ വേണമെങ്കിൽ കൊടിക്ക് ഒരു ഉപ്പ് തന്നാൽ മതി എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പൊ ഉപ്പ് പറ്റില്ല, കൊടി തന്നെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടി ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ ഈ കടയുടെ പേരിലാണ് GST അടക്കമുള്ള ബില്ല് വെച്ചിട്ട് ഈ കൊടി മേടിച്ചേക്കണം. മനസ്സിലായേ? ഇപ്പൊ നിങ്ങള് വിചാരിക്കും ഇത് സീല് കേസല്ലേ, 3,25,000 അല്ലേ, 12,000 17,500 കൊടിയല്ലേ എന്നൊക്കെ വിചാരിക്കും. ഇത്തരത്തിൽ BJP-കാരോട് മേടിച്ചേക്കണം 3.5 കോടിയുടെ കൊടിയാണ്. അപ്പൊ ഒരു കൊടിക്ക് 1 രൂപ വെച്ചാണെങ്കിൽ പോലും 3.5 കോടിയായി. 10 രൂപ വെച്ചാണെങ്കിൽ എത്രയായി? 35 കോടിയായി. അപ്പൊ 10 രൂപ വെച്ച് എന്തായാലും ഒരു കൊടി കിട്ടൂലല്ലോ. 3.5 കോടി കൊടിയാണ് മേടിച്ചേക്കണതെന്നാണ് BJP-യുടെ ഉള്ളിൽ നിന്ന് തന്നെ ആരോപണമുള്ളത്. പിന്നെ ഈ കണക്കുകളും ഈ ഡീറ്റെയിൽസും ബില്ലും ഒക്കെ എങ്ങനെ കിട്ടുന്നു എന്ന് കൂടി എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ആലോചിക്കണം. 3.5 കോടി കൊടി. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ എല്ലാവർക്കും ഓരോ കൊടി കൊടുക്കാനായിരുന്നു പ്ലാൻ എന്ന് എനിക്ക് തോന്നാം. വിഷു ഒക്കെ നമ്മൾ കോടി കൊടുക്കുമല്ലോ, അതുപോലെ ഒരു കൊടി ഇരിക്കട്ടെ എന്നാണ് എനിക്ക് തോന്നണത്. അതാണ് സംഭവം. അപ്പൊ ഇതില് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഏറ്റവും ആദ്യം ഇവർ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ 3 പേരെ പുറത്താക്കി. ആ പുറത്താക്കിയിട്ടുള്ള ലെറ്റർ പാഡ് വ്യാജമാണ് എന്നാണ് പറഞ്ഞിരുന്നത്. ലെറ്റർ പാഡിന്റെ കളറും മാറ്റി, ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കും മാറ്റി മാത്രമല്ല, ലെറ്റർ പാഡ് ഇപ്പൊ അതേ കണ്ടന്റ് എല്ലാം സത്യമായിരുന്നു. കാരണം ഇപ്പൊ യഥാർത്ഥത്തിലുള്ള നോട്ടീസും പുറത്തേക്ക് വന്നിട്ടുണ്ട്. 3 നടപടി എടുത്തിട്ടുണ്ട്, അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ BJP-കാർക്കും അതുപോലെ കോൺഗ്രസ്സുകാർക്കും ഒന്നും പേടിക്കാനില്ല. കാരണം ഇവരുടെ 2 പേരുടെയും PR ഏറ്റെടുത്തിരിക്കുന്ന പ്രിയപ്പെട്ട മറുനാട് ഷാജൻ ഇവർക്ക് വേണ്ടി രംഗത്തിറങ്ങിയിട്ടുണ്ട്. നമുക്കൊന്നും പേടിക്കാനില്ല. കാരണം ഷാജൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കട്ട് തിന്നവർക്ക് ഇരിക്കപ്പൊറുതിയില്ല, രണ്ടും കൽപ്പിച്ച് രാജീവ് ചന്ദ്രശേഖർ എന്നാണ്. അതുകൊണ്ട് ഇരിക്കപ്പൊറുതിയില്ല, അതുകൊണ്ട് പേടിക്കാനില്ല ആര്. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഇരിക്കപ്പൊറുതിയില്ലായ്മയൊന്നും കണ്ടില്ല. അവർ കടക്കാരൊക്കെ വളരെ കൂളായിട്ടാണ് പറയണത്. ഇവിടെ കൊടി വിൽക്കുന്നില്ല, പിന്നെ ബില്ല് എന്ത് ചെയ്ത് കൊടുത്തു. അപ്പൊ ഹസ്ബൻഡിനൊന്ന് വിളിച്ചു നോക്കുക, ഹസ്ബൻഡ് മറ്റേ BJP-യുടെ പ്രാദേശിക പ്രവർത്തകനാണെന്നാണ്
പറഞ്ഞത്. ഷാജൻ പറയണത് മറ്റേ എന്ത് ചെയ്ത് ഇരിക്കപ്പുറതി ഇല്ലാന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നണ ഇനി ഇരിക്കുന്ന കസേര രാജീവ് ചന്ദ്രശേഖർ വല്ല വെട്ടിമുറിച്ച് കളഞ്ഞുകൊണ്ട് ഇരിക്കാൻ പറ്റാത്തതാണോ എന്താണെന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. അപ്പൊ എന്താണെങ്കിലും ഇത് രാജീവ് ചന്ദ്രശേഖരനെതിരെയുള്ള പണിയായിരുന്നു, പദ്ധതിയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഞാനിപ്പോ ഈയിടെയായിട്ട് ഷാജന്റെ വീഡിയോകളിലെ തമ്പൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഇതിൽ രസകരമാണ് തമ്പുകളൊക്കെ. ചെന്നിത്തലയുടെ അഴിഞ്ഞാട്ടം തുടരുന്നു എന്നാണ്. അപ്പൊ ഒരേ സമയം കോൺഗ്രസിനും അതുപോലെ ഒരേ സമയം BJPനെയും എന്ത് ചെയ്യുന്നുണ്ട്. ഓക്കെ, കാശൊന്നും ഷാജൻ മേടിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഷാജിനെ സംബന്ധിച്ച് ഇപ്പൊ പിണറായിക്കെതിരെ നിലവിൽ വീഡിയോ ചെയ്യുന്നുണ്ട്. അത് പിന്നെ കുഴപ്പമില്ല, ഷാജൻ ചെയ്തോട്ടെ. മറ്റേ അതുപോലെ സുഗതനെ കുറിച്ച് ഷാജൻ ചെയ്തേക്കുന്ന വീഡിയോ ആകാശത്തേക്ക് വെടിവെച്ച് വീഴ്ത്തി നെഞ്ചു വിരിച്ച് ജയിലിന് പുറത്തേക്കുന്നതാണ്. കാപ്പ സ്മൃതിയായിട്ടുള്ള കാണാനുള്ള അത്രയും കരുത്ത് എനിക്ക് രാവിലെ ഇല്ലായിരുന്നുകൊണ്ട് ഞാൻ കണ്ടില്ല. അപ്പൊ അതുകൊണ്ട് കണ്ടില്ല. പക്ഷെ സംഗതി ഇത്തരത്തിലുള്ള ഗംഭീര വീഡിയോകളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ പേടിക്കാനില്ല, നിങ്ങൾക്ക് ഇനിയും മോഷ്ടിക്കാം, ക്യാരി ഓൺ. പക്ഷേ സർ പിന്നെ വേറൊരു ചാനലിൽ മറ്റേ നമ്മുടെ പുള്ളിയുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടു. അത് നമ്മുടെ സുരേഷിന്റെ. സുരേഷ് പറയുന്നത് ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല. ശരിക്കും ആ ചാനൽ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെലവാക്കാൻ കൊടുത്ത പണം എടുത്തിട്ട് ബാലൻസ് തിരിച്ചു കൊടുത്തു, അങ്ങനെ പോലും അഭിനന്ദിച്ചു എന്നുള്ളതാണ്. ആര് ഇതിൽ ഇത്ര അഭിനന്ദിക്കാനെന്നുള്ളത്? ഞാനൊരു ചെലവിനായിട്ട് കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കാശ് തന്നു, അപ്പം അത്രയും ചിലവായിട്ടില്ലെങ്കിൽ അത് തിരിച്ചു കൊടുക്കണമല്ലോ. പക്ഷെ അതിൻ്റെ ഇടക്ക് ഒരു ധ്വനി കൂടി പറയുന്നുണ്ട്, അത് കേട്ടിട്ടാണ് എനിക്ക് ശരിയല്ല. സാധാരണ അങ്ങനെ ഒരു കീഴ്വഴക്കമില്ലെന്ന്. അപ്പൊ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ സാധാരണ ഇവിടെ എന്ത് ചെയ്യാറുണ്ട്, അടിച്ചു തകർക്കാറുണ്ട്. ഇതാണ് ഒരു ചെറിയ ബില്ല്. ഇനി വേറെ തമാശ കൂടി താങ്കളോട് പറയാം. അതിപ്പോ പുറത്ത് വന്നിട്ടുണ്ടാന്ന് എനിക്കറിയാമല്ലോ, വരാൻ പോണേ ഉണ്ടാവുള്ളൂ. അതെന്താ വെച്ചാൽ ഹെലികോപ്റ്റർ വാടക എടുത്തല്ലോ, അതിലാണ്ട് 10-40 മണിക്കൂറേ ഓടിയിട്ടുള്ളൂ. പക്ഷെ അതിന് 120-130 മണിക്കൂറിനായിട്ടാണ് എഴുതിയെടുത്തത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ 140 മണിക്കൂറിന് എഴുതിയെടുത്തു എന്ന് ഒരു മണിക്കൂറിന് എത്ര ചാർജ് എന്നറിയാം? ഒരു മണിക്കൂറിന് ഏതാണ്ട് 60,000 1 ലക്ഷം രൂപ വെച്ച് വരും. അപ്പൊ താങ്കളൊന്ന് ആലോചിച്ച് നോക്കണം, 100 മണിക്കൂർ കൂടുതൽ എഴുതിയെടുക്കുമ്പോ എത്രയും 1 കോടി രൂപ എടുത്ത് അപ്പം തന്നെ വരും. പക്ഷെ അവര് മാന്യന്മാരാണ്. കാരണം എന്താ വെച്ചാൽ കടമൊക്കെ അടച്ചു തീർക്കാണ് ചെയ്തത്. പിന്നെ 2-3 പേര് ഇത് വട്ടിയൂർക്കാവിലാണ് സംഭവിച്ചേക്കണം. വട്ടിയൂർക്കാവിൽ നിന്നാണല്ലോ മറ്റേ വി മുരളീധരൻ ജയിച്ചത്. ആ പുള്ളി MLA ആകും, ഇവർക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഇവർക്കും വേണ്ട. അല്ലാതെ തെറ്റ് പറയാൻ പറ്റില്ല. ആ തെറ്റൊക്കെ പറയണെങ്ങനെ? പിന്നെ ആകെയുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് മറ്റേ വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത പിള്ളേരെ കേൾപ്പിക്കുമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെടുത്ത് സെൽഫി റീലൊക്കെ ഇടും. അങ്ങനെ ചെയ്യരുത്. അവരോട് പറയണേ നമ്മൾ ചെയ്യുന്നത് കളവാണ്, അല്ലാതെ നമ്മൾ ചെയ്യുന്നത് കളവാണ്, അത് സെൽഫി റീലൂട്ട് കളിക്കാനുള്ളതല്ല. നമ്മുടെ പക്ഷേ ഈ നാട്ടിൽ ഇപ്പം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഗുണ്ടകളൊക്കെ തന്നെ സെൽഫി റീലൊക്കെ ഇട്ട് ആളുകളെ ആകർഷിക്കുകയാണ്. വാ എന്ന് പറഞ്ഞാൽ, അതായത് ഇങ്ങനെ നടക്കാന്ന് പറഞ്ഞാൽ ആകർഷിക്കുകയാണ്. അവന് മറ്റേ 5 കാറായിട്ട് പോകുമ്പോൾ ഈ 10 കാറും നടുക്ക് BMW കാറിൽ ഇവനൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ സ്റ്റൈലിഷ് ആയിട്ടൊക്കെ ഇറങ്ങി വരുമ്പോൾ എന്ന് പറഞ്ഞാൽ പിള്ളേർ സന്തോഷിക്കുന്നത്. പിള്ളേർക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്, ഒറ്റക്ക് ഇറങ്ങിയെടുക്കാൻ പറ്റില്ല, ആ പേടിയാണ്. പക്ഷെ പിള്ളേർ നോക്കുമ്പോൾ മറ്റേ ഫ്രണ്ടിൽ 3-4 കാറും ബാക്കിൽ 4 കാറും എന്നിവൻ കാശ് കൊടുക്കണതും മറ്റേ ഇറച്ചിയും പൊറോട്ടയൊക്കെ മേടിച്ചു കൊടുക്കുന്നത് നിർത്തി അവന്മാര് സ്ഥലം വിടും. അപ്പൊ അതുകൊണ്ട് സംഗതി എന്താ വെച്ചാൽ പിള്ളേരെ ആകർഷിക്കാനുള്ള പരിപാടിയാണ്. ശരിക്കും പറഞ്ഞാൽ കേട്ടിട്ട് എനിക്ക് കൊതിയായിട്ട് പോയി. ഞാൻ BJP ചേർന്നല്ല, മിസ്ഡ് കോൾ അടിച്ചാൽ മതി BJP ചേരാൻ, അങ്ങനത്തെ ഗുണമുണ്ട്. സാധാരണ പാർട്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മെമ്പർഷിപ്പ് എടുക്കുക, അവരുടെ ഇതൊന്നും ചെയ്യേണ്ട, നമ്മൾ എന്ത് ചെയ്താൽ മതി, മിസ്ഡ് കോൾ അടിച്ചാൽ. മിസ്ഡ് കോൾ അടിച്ചിട്ടാണ് ഈ ലോകത്തുള്ള പല അപകടങ്ങളും വന്നേക്കണേ. നിങ്ങൾ അറിയേണ്ടത് ഭയറ്റവാദി ഇപ്പൊ ഈ നാട്ടിൽ നടന്നിട്ടുള്ള പല പെൺവാണിഭ കേസുകൾ, പല പ്രശ്നങ്ങൾ ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ളത് ഏറ്റവും ആദ്യത്തേത് ഒന്നില്ലെങ്കിൽ മിസ്ഡ് കോൾ അറിയാതെ വന്ന കോളുകളൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതുവഴി ഭാഗ്യം വരുമെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ ഒരു മിസ്ഡ് കോൾ അടിച്ച് BJPയിൽ അംഗത്വം എടുക്കും. ഈ കഴിഞ്ഞ 2026 എനിക്ക് മിസ്സായി. പക്ഷെ ജീവിച്ചിരുന്നാൽ ഞാൻ 2031 മിസ്സാക്കാതെ നോക്കാം. അതിനുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ഇപ്പോഴും ആരംഭിക്കാം. ഒരു മിനിമം എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ഹെലികോപ്റ്റർ ഒന്നും വേണ്ട, അത്ര വലിയ ആഗ്രഹങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ ഒരു 10-25,000 കോടിയുടെ എങ്കിലും ഓർഡറുകൾ എന്ത് ചെയ്യണം. പക്ഷേ ഇവരെ ഞാൻ പറയാനുള്ളത്, ഇവർ കുറച്ചുകൂടി മിടുക്കരായിട്ടുള്ള ആളുകളെ സമീപിക്കണം. കാരണം ഈ പലചരക്കടയുടെ പേരിലൊക്കെ ബില്ലടിക്കരുത്. ശരിക്കും ഇവര് പറഞ്ഞ ടെക്സ്റ്റൈൽ ഷോപ്പുകളുടെ അല്ലെങ്കിൽ തുണിക്കടകളിലൊക്കെ തന്നെ പേരിൽ ബില്ലടിച്ച് തരുമല്ലോ, എടുക്കാവുന്ന കാര്യമുള്ളൂ. വെറുതെ എന്തിനാണ്? അപ്പൊ അതിന് പോലും മെനക്കെടാൻ വയ്യ. കാരണം അത്ര പോലും ഇതാരും പിടിക്കില്ലെന്ന്
ഉറപ്പാണ്. പക്ഷേ പ്രൊഫഷണലിസം ഇല്ല സർ. പ്രൊഫഷണലിസം ഇല്ല. അപ്പൊ സുരേഷൊക്കെ പറയുന്നത് ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല, BJP-യുടെ സിസ്റ്റം നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതാണെന്നാണ് കഴിഞ്ഞ ഒരു ഇന്റർവ്യൂവിൽ എന്ന് പറഞ്ഞു. അപ്പൊ സത്യത്തിൽ ഇപ്പോഴാണ് നമുക്ക് സിസ്റ്റം മനസ്സിലാക്കണം. ഇത് പലചരക്കട വഴി കൊടി വെക്കുന്ന സിസ്റ്റമാണ്. ഇനി ഇതൊന്നും പ്രശ്നമില്ല കേട്ടോ, ന്യായീകരിക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഏജൻസിയിൽ കൊടി വെക്കുന്നുണ്ടായിരുന്നു, ഭാര്യയൊക്കെ അറിയാൻ വയ്യാഞ്ഞിട്ടാണ് രഹസ്യമായിട്ട് ഞാൻ അപ്പുറത്തുകൂടി 2 കിലോ കരിപ്പ്, 1 കിലോ മറ്റേ കടലയും, 1 കിലോ ഉപ്പും പിന്നെ 5 കൊടിയും മേടിച്ചാണ് എല്ലാവരും വീട്ടിലേക്ക് പോയിരുന്നത് എന്നുള്ളത് മനസ്സിലായേ? അപ്പൊ അതൊക്കെ നമ്മളിപ്പോ എന്ത് തമാശ, ഇത് തമാശ എന്ന് വെച്ചാൽ തമാശയാണ്. അല്ലാതെ ശരിക്കും പറഞ്ഞാൽ പണം കൂടിയതിന്റെ പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്കി. പണം കൂടിയതിന്റെ പ്രശ്നമാണ്. അപ്പൊ അല്ലാതെ പണം കുറഞ്ഞ, സാധാരണ എല്ലാ സ്ഥലത്തും പണം കുറയുന്നതിന്റെ പ്രശ്നമാണ്. ഇവിടെ പണം കൂടിയതിന്റെ 3 പേര് MLA ആയിട്ട് ജയിച്ചു. ഇനി മുരളീധരനോടൊക്കെ എനിക്ക് പറയാനുള്ളത്, വി മുരളീധരനൊക്കെ എന്തായാലും ജയിച്ചു. അപ്പൊ ഇനിയിപ്പോ ഇതിന്റെ പുറകെയൊന്നും കൊടിയും പടിയൊക്കെ പോട്ടെ, വെറുതെ സമയക്കളയാറില്ല. ഇപ്പൊ ഇതിലിപ്പോ അടുത്തൊരു പരാതി വരും, ഈ GST തട്ടിപ്പായിട്ട് നിങ്ങൾ ബില്ലുണ്ടാക്കി എന്നുള്ളൊരു പരാതി വരും, അതിൽ പെടും. പിന്നെ അതും കുഴപ്പമില്ല, കേന്ദ്ര ഗവൺമെന്റ് നമ്മുടെ കയ്യിലായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താം. അല്ലെങ്കിൽ ഇപ്പൊ GST ഡിപ്പാർട്ട്മെന്റ് കയറി പിടിക്കും, നിങ്ങൾ ഫേക്ക് ബില്ലുണ്ടാക്കി. ഇത് സത്യം പറഞ്ഞ ഇപ്പൊ ഇത് പണം വൈറ്റാക്കുന്ന ഒരു പണി കൂടി ഇതിനകത്തുണ്ട്. കാരണം ഫേക്ക് ബില്ലുണ്ടാക്കി സാധനം കൊടുത്ത് എന്ത് ചെയ്തു, ശ്രദ്ധിക്കണ്ട അംബാനി എന്ന് പറയില്ലേ, ഇതൊക്കെ മറ്റേ തുണിക്കടയിൽ നിന്ന് തന്നെ ബില്ല് മേടിക്കണം. അതായത് തുണിക്കടക്കാരനോട് അഡ്വാൻസ് ആയി പറഞ്ഞു വെക്കണം എന്ന്. ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് ശരിയാണ് 1500 10,000 കോടികൾ ഞങ്ങൾ കൊടുത്തിരുന്നു എന്ന്. അതിന് പക്ഷെ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം, ഇതാകുമ്പോ സ്വന്തമാണ്. അത് ശരിയാണ്, അതാകുമ്പോ GST-യുടെ ആശയെങ്കിലും അവന് കൊടുക്കണം. കാരണം അല്ലാതെ അവൻ കയ്യിൽ നിന്ന് നടക്കാൻ പറയാൻ പറ്റില്ല. അപ്പൊ അത് കറക്റ്റാണ്, അത് വളരെ കറക്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ ലാഭം നോക്കുമ്പോഴാണ് ഈ കെണിയിൽ പെടണ. നമ്മൾ ആക്രാന്തം കാണിക്കരുത്. നമ്മൾ ഒരു സാധനം എടുത്തുക്കുമ്പോ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വീതിച്ചു കൊടുക്കണം. അല്ലാതെ എല്ലാവരുടെയും വാമ എന്ത് ചെയ്യണം, 1000 കുടം ഉണ്ടെങ്കിൽ 1000 കുടത്തിന്റെ വാമൂടി കെട്ടാൻ പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷെ കാശുണ്ടെങ്കിൽ കെട്ടാം. നമുക്ക് ജസ്റ്റ് നൈസായിട്ട് എന്ത് ചെയ്യണം, എല്ലാവർക്കും കൊടുത്തു വേണം. ഒരു കോമഡി സ്കിറ്റി കാണിക്കുന്നുണ്ട്. അതായത് ഈ ഇവർക്ക് ചെലവ് ചെയ്യാൻ വേണ്ടി 20,000 രൂപ കൊടുക്കുന്നുണ്ട് ഒരാൾ. അപ്പൊ 5 പേരിങ്ങനെ നിരന്നിരിക്കണേ. അപ്പൊ പുള്ളി ഈ 20,000 രൂപ 20,000 രൂപ കിട്ടിയാൽ 50,000 രൂപ കിട്ടിയിട്ടാണ് ഇയാൾ പറഞ്ഞത്. 1,00,000 രൂപ കിട്ടിയിട്ടാണ് ഇയാൾ പറഞ്ഞത് 20,000 കിട്ടിയത്. ഇവിടെ നിന്ന് വലിയ കിട്ടപ്പോരൊന്നുമില്ല, പാർട്ടിയിലാകെ ടൈറ്റാണെന്ന് പറഞ്ഞ ഒരു 20,000 ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കണേ. അപ്പൊ അടുത്തവൻ ഉടനെ അപ്പുറത്തവൻ്റെ അടുത്ത് പറയണേ, കിട്ടപ്പോരൊന്നുമില്ല, നമ്മൾ പ്രതീക്ഷ പോകണ്ടൊന്നും കിട്ടൂല, ഇവിടെ നിന്ന് ആകെ ഒരു 10,000 രൂപ കിട്ടുള്ളൂ, പിന്നെ ഒരു 10,000 കൊടുക്കുക. അടുത്ത ആൾ കൊടുക്കുമ്പോഴത്തേക്ക് പറയണ്ടേ, ഇവിടെ വലിയ രക്ഷയൊന്നുമില്ല, വെറുതെ നമ്മൾ ഇതിന്റെ പുറകെ കിടന്നിട്ട് പിന്നെ കിട്ടണമായിരുന്നു പറഞ്ഞ് മേടിക്കുക, ഒരു 5,000 കിട്ടുള്ളൂ എന്ന് പറയും. ലാസ്റ്റത്തെ 1000 കൊടുക്കണേത്. അതായത് 1,00,000 കഴിഞ്ഞ് വന്നവര് 1000 കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് നമ്മൾ സോഷ്യലിസം ഒക്കെ വരുന്നത്. എല്ലാവരും ഇതുപോലെ സമ്പന്നരാകണം, ബാധ്യതകളൊക്കെ തീർക്കണം, ഐഫോൺ വാങ്ങണം, പറ്റുമെങ്കിൽ നമ്മുടെ ഗേൾഫ്രണ്ടിന് കൊടുക്കണം. അങ്ങനെയൊക്കെയാണ് സമ്പന്നരാകണം. അല്ലാതെ ഇപ്പൊ ഇതിനകത്ത് ഇത് ചോദിച്ചു, അയോധ്യ ചോദിച്ചെന്ന് പറഞ്ഞുള്ള ഒരാള് ദൈവത്തിന് എന്തിനീ കാശ്, ദൈവത്തിന് കാശിൻ്റെ ആവശ്യമില്ലല്ലോ, ലോകം മുഴുവൻ ദൈവത്തിൻ്റെ ആയില്ലേ, പിന്നെ ദൈവത്തിന് ഇന്ത്യൻ കറൻസി എന്തിനാ? ഇനി അഥവാ എടുക്കണമെങ്കിൽ തന്നെ ഈ വിലയില്ലാത്ത ഇന്ത്യൻ കറൻസി എടുക്കുന്നതിന് ബദൽ ഡോളർ എടുക്കുന്നത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ ഈ ചാനലുകാരെ കൂടെ ഒക്കെ വലിയ ശല്യാണെന്ന്. ഈ റിപ്പോർട്ടർ ഇതൊക്കെ നിരോധിക്കണം, ഏത് ന്യൂസ് മലയാളം. കാരണം ഇവരൊക്കെ ഈ അന്വേഷണം നടത്താനും അന്വേഷണാത്മക പത്രപ്രവർത്തനം അതൊക്കെ നിരോധിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇവരെ പണ്ടേ കൊണ്ടേ പിടിച്ച് ആ പഴയ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിലേക്കൊക്കെ എന്ത് ചെയ്യണം, പഴയ മറ്റേ ജയിലുകളുണ്ടല്ലോ അതുപോലെയുള്ള ജയിലുകളിലേക്ക് അയക്കണം. എന്നിട്ട് ഇവർ അവിടെ തന്നെ ഇടണം. കാരണം ഇതിൻ്റെയൊക്കെ ആവശ്യമില്ലാത്തവര് മറ്റേ പണ്ടൊരു ഇന്നസെന്റ് ഒരു സിനിമ പറയുന്നില്ലേ, വന്ന് കള്ളക്കടത്തുകാർക്ക് മര്യാദക്ക് മാനസമാനത്തോടെ ജീവിക്കാൻ പറ്റാത്ത ആളായി കേരളം. കള്ളക്കടത്തുകാരെ വന്ന് കള്ളക്കടത്തുകാരത്തോടെ മനസ്സമാനത്തോടെ ജീവിക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് BJP ഓഫീസിലുള്ള നേതാക്കന്മാരെ ചർച്ച ചെയ്തായിരിക്കുന്നവര് വന്ന് മാനം മര്യാദയായിട്ട് പോട്ടി ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. അതാണ് കഷ്ടമാണ് കേരളത്തിന്റെ അവസ്ഥ.